ജെൻസി വൈബ് എങ്ങനെയുണ്ട് ഷർഫിക? ഇഷ്ടമല്ലാന്ന് പറഞ്ഞില്ലേ? ജെൻസി എല്ലാരും ജെൻസി അല്ലേ? സംഗീതി ജെൻസി ആരോപണങ്ങൾ എങ്ങനെയാ നോക്കി കാണുന്നത്? കണ്ടാ പറയില്ലെങ്കിൽ ഞാൻ ജെൻസി അല്ലാന്നൊക്കെ. എങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനുള്ള ഒരു ശ്രമം? പോടാ ഏജൻസി ഒരു കൊല്ലം 1997 to 2012 വരെ. 97 ശേഷം എല്ലാരും ജെൻസി ആണല്ലോ. 32 ആയി. വസന്താണോ നീ? 32 ഒക്കെ ഇവന്റെ ഈ സിറ്റുവേഷൻഷിപ്പ്, ബെഞ്ചിങ്, ഗ്യാസ് ലൈറ്റിംഗ്, അതിനെ പറ്റി വേർഡ്സ് അറിയാം, പക്ഷെ ഇതിനൊന്നുള്ള പ്രയോഗിക്കാൻ പറ്റിയില്ല. ഇതൊന്നും സിറ്റുവേഷൻഷിപ്പ്, ഗ്യാസ് ലൈറ്റിംഗ് അതൊക്കെ അറിയാലോ. എനിക്കറിയാൻ പാടില്ല, ഞാൻ ഗ്യാസ് ലൈറ്റിംഗ് നമ്മൾ ഒരാളോട് ഭയങ്കര നീ ചെയ്തു, നീ എന്നെ ചതിച്ചു, എല്ലാം പഠിച്ചു വെച്ചിട്ടില്ലേ? അതാണോ അപ്ഡേറ്റഡ് ഗോസ്റ്റിംഗ്. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെയ്യാത്തൊരു കാര്യം അത് ചെയ്തത് നിങ്ങളാണ്. എന്നിങ്ങനെ എന്നെയാണ് നിങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോഴേ ചേട്ടന്റെ കാമുകി ടോക്സിക് ആണെന്ന് വിചാരിക്കുക, പക്ഷെ ചേട്ടനാണ് ടോക്സിക് എന്ന് കാമുകി പറഞ്ഞ് ചേട്ടനെ ധരിപ്പിക്കും. അപ്പൊ ചേട്ടൻ അത് വിശ്വസിക്കും. ശരിയാണ്, ഞാനൊരു ടോക്സിക് ആണ്. ഇതൊരു വലിയൊരു കോഴ്സാണ്. ഇത് കുറെ ജെൻസി ടേംസ് ഒരു വലിയൊരു ലൈനപ്പുകൾ ആളുകളെടുത്ത് പലപ്പോഴും ട്വിറ്ററിലൊക്കെ പോസ്റ്റ് ചെയ്യാറുള്ളൂ. ഏറ്റവും ഫൈൻ ലൈനപ്പുള്ള ആള് ഇപ്പൊ ഞാൻ വിചാരിച്ചു മറ്റേത് അല്ല, ആ ലൈനപ്പ് അല്ല, നസ്രീന്റെ ലൈനപ്പ് പടങ്ങളുടെ വരുന്നത്. ഇപ്പൊ സൂര്യയുടെ കൂടെ പടം വരുന്നു, അമൽ നീരത്തിന്റെ ബാച്ചലർ പാർട്ടി 2 പ്രധാനപ്പെട്ട വരുന്നു. ഇപ്പൊ ഈ പടം അതെ അതെ അഭിനവിന്റെ പടം ചെയ്യുന്നു. ഈ ലൈനപ്പ് ഇതൊരു പ്രഷറായിട്ട് രൂപപ്പെടുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇനിയും സക്സസുകൾ ഡെലിവറി ചെയ്യണം. അങ്ങനെ ഇതെല്ലാം സക്സസുകളാവട്ടെ. ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന എന്താ ക്രിയേറ്റേഴ്സിന്റെ കൂടെ അല്ലെങ്കിൽ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് ഒത്തിരി, ഈ അമലേട്ടന്റെ ഒക്കെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് തുടക്ക സമയത്തൊക്കെ. എന്തെങ്കിലും ഒരു ചെറിയ ക്യാരക്ടർ ആണെങ്കിൽ പോലും, പാസിംഗ് ആണെങ്കിൽ പോലും എനിക്ക് അപ്പോൾ ആ ആഗ്രഹങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് സാധിച്ചു വരട്ടെ. ഷർഫൊക്കെ ഇപ്പൊ വരുത്തലുണ്ടായിരുന്നപ്പോഴും അത്ര സ്റ്റൈലിഷ് ആയിട്ടൊന്നല്ല ചേട്ടനെ കാണിച്ചത്. ആര് പറഞ്ഞു? അല്ല, ആ സ്റ്റൈലില്ല. ഇപ്പൊ ബാച്ചലർ പാർട്ടിയിലൊക്കെ ബാച്ചലർ പാർട്ടിയിൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഷർഫിനെ ആയിരിക്കും കാണാൻ പറ്റുക. എന്തായിരിക്കും? സ്പോയിലേഴ്സ് ഇല്ലാതെ ഒന്ന് പറയാൻ പറ്റുമോ? എന്തായിരിക്കും, പ്രകാരമായിരിക്കും? വളരെ കരിയറിൽ ചെയ്ത ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്ക് ആയിരിക്കും ഒന്നും നമുക്ക് പുറത്തുവിടാൻ പറ്റില്ല. നമ്മളങ്ങനെ പൊളിയായിരിക്കും ഞാൻ പറയാൻ പറ്റില്ല. ഞാൻ പക്ഷെ ഇന്നലൊക്കെ ഏതോ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു. ഞാൻ നസ്ലിന് മറ്റേ ഞങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങളുടെ ഷോട്ടൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഇരിക്കുമായിരിക്കും, ബാക്കിൽ ഇരിക്കുമായിരിക്കും. അപ്പൊ അമലേട്ടൻ ഫ്രണ്ടിൽ ഈ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. എല്ലാവരും ഭയങ്കര ഒരു ഫാമിലി ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഞങ്ങൾ വളരെ എൻജോയ് ചെയ്ത് പടമാണ്. അപ്പൊ നമുക്കത് വെയിറ്റ് ചെയ്യാം അല്ലേ? അപ്പൊ ഫൈനലി മോളിവുഡ് ടൈംസ് എന്ത് രീതിയിലാണ് മലയാള സിനിമയ്ക്ക് ഒരു ആഡ് ഓൺ ആവണമെന്ന് കൂടി ഒന്ന് പറഞ്ഞാൽ. ഇപ്പൊ പ്രേമം കുറെ പുതിയ ടാലൻസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആവേശം എന്താ പറയാ, ഒരാളുടെ സ്വാഗില് കുറെ വേറൊരു വേൾഡിനെ തന്നെ കാണിച്ച പടമാണ്. പ്രേമൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള രണ്ടുപേരെ ഡിയോ തമാശക്ക് ഇപ്പോഴും റെലവൻസ് ഉണ്ടെന്ന് കാണിച്ച ഒരു ഏരിയയാണ്. അപ്പോൾ ആ വിധത്തിൽ മോളിവുഡ് ടൈംസ് എന്തായിരിക്കും ആഡ് ഓൺ? എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സിനിമ അല്ലെങ്കിൽ സിനിമ ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള കുറച്ചും കൂടി കണ്ടന്റ് ഞാൻ കണ്ടേക്കുന്നത് തമിഴ് സിനിമകളിലായിരിക്കും. അത്തരത്തിൽ അങ്ങനെ ഒരു കൊമേഴ്ഷ്യലി ഒരു മെയിൻ സ്ട്രീം ഹീറോ അല്ലെങ്കിൽ ഒരു മെയിൻ സ്ട്രീം ഫിലിം മേക്കർ, മെയിൻ സ്ട്രീം കമ്പനി എല്ലാം ചേർന്നിട്ട് ഒരു സിനിമ ട്രൈ ചെയ്യുന്നതിൻ്റെ എല്ലാ ഗുണവും മോളിവുഡ് ടൈംസിനുണ്ടാവും. അതിലും നന്നായിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല. അത് തന്നെയാണ്. അല്ല, ശരിക്കും ഷറഫ് പറഞ്ഞ പോലെ ഇപ്പോൾ കുറേ പേർക്ക് കുറേ ഇവന്റ്സ് ആണെങ്കിലും റിലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ പല സ്ഥലത്തും കണ്ട ഒന്നല്ലെങ്കിൽ മറ്റൊരിത് കുറെ പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാനും കുറെ പേർക്ക് അത് പറഞ്ഞപ്പോ ഈ നമ്മളുടെ ഡയറക്ടർ അഭിനവാണ് ആള് ഒരു ഭയങ്കര ഒരു സിനിമാ മൂഹിയാണെന്ന് ആളുടെ ഇന്റർവ്യൂസ് കണ്ടാൽ മനസ്സിലാവും. ആള് ഒരു മൂവി എഴുതുന്നത് തന്നെ
ഒരു ആർട്ടിസ്റ്റിനെ മൈൻഡിൽ വെച്ചിട്ടാണ്. ഇപ്പോ ഇതിലാണെങ്കിലും നസ്ലിനെ മൈൻഡിൽ വെച്ചിട്ടാണ് ആൾ ഈ ഒരു മൂവി എഴുതിയത്. ഇപ്പൊ തന്നെ പെപ്പ അതാണ് ഓർക്കുന്നത്. കേൾക്കണമെന്നൊക്കെ. അല്ല എന്റെ അടുത്തും പറഞ്ഞ അങ്ങനെയല്ലേ, എന്നെ ഒരു വിളി വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇതില് ചിലപ്പോ ഒരു പരിപാടി ഉണ്ടാവുമായിരിക്കും, ഞാൻ ഒരു ഐഡിയ വെച്ച് പോവാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ ശരി താങ്ക് യു എന്ന് പറഞ്ഞു. ഉറപ്പില്ലാട്ടോ ഒന്നും കൂടി പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു സസ്പെൻസിൽ നിർത്തിയാണ് പുള്ളി എഴുതിക്കൊണ്ടിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വളരെ സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നുന്നു കഥാപാത്രത്തിൽ. ഞാൻ എവിടെയും സാറ്റിസ്ഫൈഡ് അല്ലാന്ന് പറഞ്ഞു. അല്ല അങ്ങനെയല്ല, വളരെ സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നുന്നു. ആ ഒരു തൃപ്തി ഉണ്ട്. അല്ല എനിക്ക് അല്ലേ ഹാപ്പിയാണ് അല്ലെ കണ്ടവരാണ്. അല്ല ഞാൻ കണ്ടിട്ടുള്ള പടം. ഓ അങ്ങനെയാണോ? അതെ, പക്ഷെ അത് ഒരു യുണീക്ക് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു എല്ലാ ഡയറക്ടേഴ്സും അങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അല്ലേ, ഞാൻ അങ്ങനെ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷെ ആള് നമ്മളുടെ മുകുന്ദനുണ്ണി ആണെങ്കിലും ഒരാളെ ഒരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ടായിരുന്നു ആ കഥ എഴുതിയത്. സോ നസ്ലിനെ വെച്ചിട്ട് ഇതൊരു എഴുതണമെങ്കിൽ ആൾക്ക് അത്രയും ഒരു ഇഷ്ടം നസ്ലിനോട് ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ഒരു കൺവിക്ഷനെ പറ്റി നസ്ലിൻ എന്താ ഫീൽ ചെയ്തത്? തീർച്ചയായിട്ടും ഇപ്പൊ ഉറപ്പായിട്ടും ഇത് പുള്ളി ഈ സിനിമ ഞാൻ ചെയ്യില്ലായിരുന്നെങ്കിൽ നടക്കില്ല എന്നൊക്കെ ചിലപ്പോ വെറുതെ ആയിരിക്കും. പക്ഷെ ഉറപ്പായിട്ടും എന്നെക്കാളും ടാലന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്റെ ആരോ വെച്ച് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു സിനിമയാണ്. പക്ഷെ എനിക്ക് ഈ എന്റെ കരിയറിൽ ഞാൻ ചെയ്തതിൽ ഇതുവരെ ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകളിൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറുമാണ്, ഒരു കഥാപാത്രമാണ്. അപ്പോ എനിക്കൊരു ചാലഞ്ച് അല്ല, എന്റെ കരിയറിലൊരു എടുത്തു പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ എനിക്ക് ഒരു റിഗ്രറ്റ് തോന്നാത്ത അല്ലെങ്കിൽ ഹാപ്പി ആവുന്ന ഒരു സിനിമയായിരിക്കും. ആ സിനിമ ഞാൻ ആ സമയത്ത് ചെയ്തല്ലോ എന്നുള്ളതിൽ ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ ഈ സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുമ്പോൾ നമുക്ക് ഇപ്പൊ പെട്ടെന്ന് മലയാളത്തിൽ ഓർമ്മ വരുന്നത് ഉദയനാണ് ഇതെല്ലാമാണ്. ഈ സിനിമയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നുണ്ട് ഇതൊരു പുതിയൊരു സിനിമയായിട്ട് അല്ലെങ്കിൽ പുതിയൊരു നെറേറ്റീവ് സ്റ്റൈല് ഇതിലുണ്ട്. അപ്പം ഇതിന് ശേഷം അങ്ങനത്തെ ഒരു മോളിവുഡ് പറയട്ടെ, ആൾക്കാർക്ക് പെട്ടെന്ന് ഓർമ്മ വരട്ടെ അങ്ങനത്തെ ഒരു ജേണർ വരുമ്പോൾ. സംഗീതനെ നമ്മൾ ഈ ഒരു ജേണി പോലെ ഇതേ മെയിൻ ക്യാരക്ടറിന്റെ പോലത്തെ ഒരു ജേണിയിൽ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലിറ്റിൽ മിസ് റാവുത്തറിന്റെ പ്രീമിയർ നടക്കുമ്പോൾ അവിടെ എഡിറ്ററായിട്ട് ആളുകളുടെ റെസ്പോൺസ് അറിയാൻ വേണ്ടി നിൽക്കുന്ന സംഗീതനെ കണ്ടിട്ടുണ്ട്. സിനിമകൾ ഓണാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സംഗീതനെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നായക നടൻ വരെയാവുന്നു. അപ്പൊ ഈ പടത്തിലുള്ള ഒരു സക്സസ് ആണ് ഇതിന്റെ പടത്തിന്റെ ഗ്രാഫിക് അത് ഏകദേശം അനുഭവിച്ചിട്ടുള്ള ഒരാളും കൂടിയ സംഗീത്. അപ്പൊ ആ രീതിയിൽ ഈ പടം എത്രമാത്രം ഹാർട്ടിനോട് ചേർന്ന് നിൽക്കുന്ന സിനിമയാണ്. ഞാനിത് ഷാർഫിക്ക് പറഞ്ഞ പോലെ തന്നെ കുറേ നാൾ മുമ്പാണ് അഭിചേട്ടൻ ഇങ്ങനെ 1 വർഷമൊക്കെ മുമ്പാണ് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് നീ ചെയ്യൂ എന്നൊക്കെ ചോദിച്ചാൽ എന്താണെന്ന് പോലും പറയണല്ലോ, ഒരു പരിപാടി ഉണ്ടെന്നേ പറയുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരു ഡയറക്ടറുടെ ഇതിൽ പിന്നെ അവനും അന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പടത്തിൽ എന്തായാലും പാർട്ടാവണമെന്ന് അന്ന് തുടങ്ങിയുള്ള ഒരു ആഗ്രഹം. സിനിമ ഞാൻ ഫുൾ സ്ക്രിപ്റ്റും ഒക്കെ അഭിചേട്ടൻ ഒരു പ്രാവശ്യം പറഞ്ഞതാ. ഇപ്പോഴും കുറേ പരിപാടികളൊക്കെ കണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര ഒരു പ്രൗഡായിരിക്കും, അല്ലെങ്കിൽ ഇതിന് മുമ്പ് ചെയ്യാത്ത പരിപാടികളായിരിക്കും. പിന്നെ എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്കും ഇത് തന്നെ തോന്നിയത് പുതിയ നസ്ലിനെ ആൾക്കാർക്ക് എന്തായാലും ഇതിനകത്ത് കാണാൻ പറ്റും. ബിഫോർ ആൻഡ് ആഫ്റ്റർ ഉണ്ടാവുമായിരിക്കും എന്ന് തോന്നുന്നു. അതൊക്കെ കെടിയാണോ? ഭാവിതത്തിൽ മലയാളത്തിന് ഒരു പ്രൗഡ് പ്രോഡക്റ്റ് ആയി മാറട്ടെ മോളിവുഡ് ടൈംസ്. 4 പേരുടെ നേരത്തിന് ഒരുപാട് നന്ദി. സിനിമ വലിയ വിജയമാവട്ടെ. താങ്ക് യു. ഗെയിമിന് താങ്ക് യു.